ഇന്ന് നമുക്കൊരു ടിഫിൻ ബോക്സ് റെസിപ്പി നോക്കാം. ഇത് ടിഫിൻ ബോക്സിലും കൊടുത്തു വിടാം, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അതിനായിട്ട് ഫ്രൈ പാനിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി തുടങ്ങുന്ന സമയത്ത് പച്ചമുളകും കറിവേപ്പിലയും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു സവാള പൊടിയായി അരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആണ്, 2 പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം എല്ലാം ഓരോ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് മാറ്റി വെക്കുക. ഇനി ഇത് തയ്യാറാക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിക്കകത്താണ്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണയോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോ കുഴിയിലും ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് പകുതിയോളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ മുകളിൽ വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുക്കാവുന്ന സമയത്ത് തുറന്നതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അധികം എണ്ണയിൽ മുക്കി പൊരിക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പിന്നെ നോൺ സ്റ്റിക്കിൻ്റേതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പ ചട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്കിത് കഴിക്കാം, കുട്ടികൾക്ക് ടിഫിനായിട്ടും കൊടുത്തു വിടാം. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമുക്കൊരു മസാല ദോശ പോലെയൊക്കെയാണ് തോന്നുക കേട്ടോ. അതിനിപ്പോൾ എന്താ പേര് പറയുക, ഒരു മസാല ഉണ്ണിയപ്പം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Thank you.